ഒരാൾ വർക്ക് എടുത്ത വണ്ടി അല്ലാതെ നമ്മളെ ഐഡിയക്ക് നമ്മളൊരു ഐഡന്റിറ്റി ആക്കി കണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടി എടുത്തിട്ട് പണിയെടുക്കുന്നത്. അപ്പോൾ ആ ഗ്യാരേജിൽ വന്നൊരു ജീപ്പ്, നല്ല ചെറിയ പൈസക്ക് ജീപ്പ് നോക്കണവർക്ക് നല്ലൊരു സ്റ്റോക്ക് കണ്ടീഷനിലൊരു ജീപ്പ്, ടയറും കാര്യങ്ങളും ബോഡിയും കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയ നല്ലൊരു അടിപൊളി വണ്ടി. അപ്പോൾ 95 മോഡലാണ്, 2029 വരെ ടാക്സും ഉണ്ട്, ഇന്നലെ എടുത്ത പുതിയ ഇൻഷുറൻസും ഉണ്ട്. ടയർ നോക്കിയും അത്യാവശ്യം നല്ലോണം ഓടാണ്ട് 5 ടയറും ഉണ്ട്, സ്റ്റെപ്പിനെ അടക്കം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഉൾഭാഗത്തേക്ക് വരികയാണ്, ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. പിന്നെ ഇവിടെ ഗ്ലാസ് ഫ്രെയിമിൻ്റെ ഇവിടെ ചെറിയ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് വരുത്തി പേപ്പർ ഇട്ട് അടിച്ചാൽ സെറ്റ് ആക്കേണ്ട വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ മെക്കാനിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളട്ടോ. ഒറ്റയടിക്ക് വണ്ടി ഫുള്ള് കണ്ടീഷനാണ്, നല്ല അടിപൊളിയാണ്. സൗണ്ടൊക്കെ ബക്കറ്റ് സീറ്റും കാര്യങ്ങളും എല്ലാം വലിച്ചോഫാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഉൾഭാഗം ഫ്ലോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനാണ്, തുരുമ്പും കാര്യങ്ങളും ഇല്ല. തുരുമ്പും കാര്യങ്ങളും തീരെ ഇല്ല എന്നല്ല, ഉള്ളിലില്ല. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ മടുകാടിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ചെറിയ തുരുമ്പുകളുണ്ട്. ഒരു 5,000-6,000 റുപ്യേൻ്റെ പണി ഉണ്ട് മൊത്തത്തിൽ. സ്റ്റോക്ക് കണ്ടീഷനാണ്, ചെറിയ പൈസക്ക് റീസ്റ്റോർ ചെയ്യാനൊക്കെ നല്ലോണം ആൾക്കാർ വിളിക്കുന്നുണ്ട്. വണ്ടി ഉണ്ടോ, റീസ്റ്റോർ ചെയ്യാൻ പറ്റിയ വണ്ടി ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ വർക്ക് എടുത്ത വണ്ടി അല്ലാതെ നമ്മളെ ഐഡിയക്ക് നമ്മളൊരു ഐഡന്റിറ്റി ആക്കി കണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടി എടുത്തിട്ട് പണിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പത്തിൽ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ടൈമും ഉണ്ട്, ഒരു 3 മാസം 4 മാസം ഒക്കെ പ്രവാസികളാണ് കാര്യമായിട്ടും. അതുപോലെ അവിടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേന് ഒരു 3 മാസം 4 മാസം കൊണ്ടൊക്കെ നാട്ടിലേക്ക് വരുമ്പോഴത്തേന് വർക്ക് എടുത്ത് സെറ്റാക്കി തന്നാൽ മതി, എയർപോർട്ടിൽ ഡെലിവറി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഒരുപാട് വിളിക്കുന്നുണ്ട്. ഓൽക്കൊക്കെ പറ്റി നല്ലൊരു മുതലാണ്, നല്ല ചെറിയ പൈസക്ക് എടുത്തിട്ട് നമുക്ക് നമ്മളെ ഗ്യാരേജിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ എവിടെ നിന്ന് വെച്ചാൽ വർക്ക് എടുക്കാൻ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ സെറ്റാക്കി തരും, ഫുള്ള് കണ്ടീഷനാക്കി തരും. അപ്പോൾ അതിനൊക്കെ പറ്റി നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ താല്പര്യമുള്ള പെട്ടെന്ന് വിളിച്ചോളും. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഡെയിലി വീഡിയോസ് ഉണ്ടാവും, വർക്ക് സംബന്ധമായിട്ടും ഉണ്ടാവും, സെയിൽ സംബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടുണ്ടാവും. വണ്ടിൻ്റെ ഏതൊരു കാര്യത്തിനും വിളിച്ചോളും, ഫുള്ള് സപ്പോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ പേപ്പർ വാങ്ങൽ, പേപ്പറിൻ്റെ കാര്യത്തിന് ഓടി നടന്ന് കണ്ട് അതിൻ്റെ പിന്നാലെ നടന്ന് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഏറ്റെടുത്ത് ഫുള്ള് സെറ്റാക്കി തരും. അപ്പോൾ ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു ദിവസം ജോലിക്ക് പോകാതെ ഇപ്പോൾ റിന്യൂവലിനൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ കുറേ ഉണ്ട്. അതന്നെ ഓരോ അവിടെ നിന്നും മടക്കി വിടും, പിന്നെ ഒന്ന് പോകേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിനും നിങ്ങൾ നിൽക്കണ്ട, ഞങ്ങൾ നേരെ വിളിച്ചോളൂ, നമ്മൾ വന്ന് ഫുള്ള് സെറ്റാക്കിയിട്ട് റിന്യൂവലൊക്കെ എടുത്ത് നിങ്ങളെ വീട്ടിൽ കൊടുന്ന് വണ്ടി ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളിയും. ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.